വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ദർശനം അവസാനിച്ചപ്പോൾ ഞാൻ വിയർത്ത് കുളിച്ചു. ഇതിന് സമ്മതം നൽകിയില്ലെങ്കിലും ഞാൻ രക്ഷിക്കപ്പെടുമെന്നും അവിടുത്തെ കൃപാവർഷം കുറയുകയില്ലെന്നും അവിടുന്നുമായി ഈ ഉറ്റ സമ്പർക്കം തുടർന്നുകൊണ്ടു പോകുമെന്നും ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ഈ ബലിസമർപ്പണത്തിന് തയ്യാറായില്ലെങ്കിലും അതുമൂലം ദൈവത്തിന്റെ ഔദാര്യം കുറയുന്നില്ല. ബലിയർപ്പണത്തിനായുള്ള ബോധപൂർവവും സ്വതന്ത്രവുമായ എന്റെ സമ്മതത്തെ ഈ മുഴുവൻ രഹസ്യവും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് മനസ്സിലാക്കി തന്നു. ദൈവത്തിന്റെ മഹിമപ്രതാപത്തിന്റെ മുൻപിൽ ഈ സ്വതന്ത്രവും ബോധപൂർവവുമായ പ്രവൃത്തിയിലാണ് മുഴുവൻ ശക്തിയും മൂല്യവും അടങ്ങിയിരിക്കുന്നത്. ഞാൻ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എന്നിൽ നിറവേറിയില്ലെങ്കിലും കർത്താവിന്റെ സമക്ഷം എല്ലാം പൂർത്തീകരിക്കപ്പെട്ട പോലെയാണ്. ആ നിമിഷം അഗ്രാഹ്യമായ മഹത്വത്തിലേക്ക് ഞാൻ ഉൾച്ചേരുന്നതായി അനുഭവപ്പെട്ടു. എന്റെ സമ്മതത്തിനായി ദൈവം കാത്തിരിക്കുന്നതായി തോന്നി. എന്റെ ആത്മാവ് കർത്താവിൽ നിമഗ്നയായി. ഞാൻ പറഞ്ഞു, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നിൽ സംഭവിക്കട്ടെ. അങ്ങേ തിരുമനസ്സിന് ഞാൻ കീഴ്വഴങ്ങുന്നു. ഇന്നു മുതൽ അങ്ങേ തിരുമനസ്സാണ് എന്റെ പോഷണം. അങ്ങേ കൃപയുടെ സഹായത്താൽ അവിടുത്തെ കൽപ്പനകളോട് ഞാൻ വിശ്വസ്തയായിരിക്കും. അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് വർത്തിക്കുക. ഓ കർത്താവേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും എന്നോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. പെട്ടെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ബലിയർപ്പണത്തിന് സമ്മതം നൽകിയപ്പോൾ ദൈവസാന്നിധ്യത്താൽ ഞാൻ പൂരിതയായി. എന്റെ ആത്മാവ് ദൈവത്തിൽ നിമഗ്നയായി. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം, ഒരംശം പോലും എഴുതിയറിയിക്കാൻ വയ്യാത്ത വിധം ആനന്ദത്താൽ ഞാൻ നിറഞ്ഞു കവിഞ്ഞൊഴുകി. അവിടുത്തെ മഹത്വം എന്നെ പൊതിയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അസാധാരണമാം വിധം ദൈവവുമായി ഞാൻ സംയോജിക്കപ്പെട്ടു. ദൈവം എന്നിൽ സംപ്രീതനായി എന്ന് ഞാൻ അറിഞ്ഞു. പകരം എന്റെ ആത്മാവ് ദൈവത്തിൽ നിമഗ്നമായി. ദൈവവുമായുള്ള ഈ ഐക്യത്തെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ പ്രത്യേകമായി സ്നേഹിക്കപ്പെടുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ പൂർണ്ണാത്മാവോടെ ദൈവത്തെ തിരിച്ചും സ്നേഹിച്ചു. ആ ആരാധനയിൽ ഒരു വലിയ രഹസ്യം സംഭവിച്ചു. കർത്താവും ഞാനുമായുള്ള ഒരു നിഗൂഢ രഹസ്യം. അവിടുത്തെ നോട്ടത്തിൽ തന്നെ സ്നേഹം കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് പോലും തോന്നി. ഒരു വാക്കുപോലും പറയാതെ തന്നെ കർത്താവുമായി ഞാൻ വളരെ സംസാരിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, നീ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. ഇന്നു മുതൽ നിന്റെ എല്ലാ പ്രവൃത്തികളും, അവ എത്ര ചെറുതാണെങ്കിലും, നീ എന്തു ചെയ്താലും അതെല്ലാം എൻ്റെ നയനങ്ങൾക്ക് ആനന്ദമാണ്. ആ സമയത്ത് ഞാൻ രൂപാന്തരപ്പെട്ടതായി തോന്നി. എന്റെ ഭൗമിക ശരീരം അതുപോലെ ഇരുന്നു. എന്നാൽ എന്റെ ആത്മാവിന് വ്യതിയാനം സംഭവിച്ചു. ഇപ്പോൾ ദൈവം തന്റെ പൂർണ്ണ ആനന്ദത്തോടെ അതിൽ വസിക്കുകയായിരുന്നു. ഇത് ഒരു തോന്നലല്ല, ഒന്നിനും മറയ്ക്കാൻ സാധിക്കാത്ത ബോധപൂർണമായ സത്യമാണ്.